ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മുരിങ്ങക്കായ സാമ്പാറിനുള്ള മുരിങ്ങക്കായ ഒരു പാത്രത്തിലിട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് നമുക്ക് ഇതിനെ ഒന്ന് വെന്തെടുക്കാം. ഇത് വെന്ത് വരാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്ക് കുക്കറിനകത്തോട്ട് നമുക്ക് സാമ്പാറിന് വേണ്ടിയുള്ള പരിപ്പും അതിനകത്തോട്ട് തക്കാളി, പിന്നെ സവാള, പിന്നെ നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇനി ഞാൻ ഇതിനകത്ത് സാമ്പാർ പൊടി ഇട്ടിട്ടാണ് സാമ്പാർ വെക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള സാമ്പാർ പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് വെന്തെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ മുരിങ്ങക്കായ വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി ഉടയ്ക്കരുത് നമ്മൾ. അതിനുശേഷം നമുക്ക് വെന്ത് വന്നിട്ടുള്ള നമ്മുടെ കുക്കറിനകത്തുള്ള ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. മുരിങ്ങക്കായുടെ ഒക്കെ നല്ല സ്മെല്ല് ഭയങ്കര ഇതായിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്കും എനിക്കൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, എനിക്കൊരു തമിഴ് ഫ്രണ്ടുണ്ട്. അപ്പം അവരോടൊക്കെ നമ്മൾ ചോദിക്കും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമല്ലോ, കറി എന്താണെന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ ഫുഡ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അവർ പറയും, എപ്പോൾ ചോദിച്ചാലും അവർ പല പല സാമ്പാറുകളുടെ പേരാണ് പറയുന്നത്. കാരണം അവരെപ്പോഴും സാമ്പാർ വെക്കുന്നവരാണ്. അവർ പറയും, ചിലപ്പോൾ പറയും കീരയിട്ട സാമ്പാറെന്ന് പറയും, ചിലപ്പോൾ തക്കാളി സാമ്പാറെന്ന് പറയും, ചിലപ്പോൾ നമ്മൾ വഴുതനങ്ങ ഒക്കെ ഇല്ലേ അത് ഇട്ട സാമ്പാറെന്ന് പറയും, അങ്ങനെ മുരിങ്ങക്കായ സാമ്പാറെന്ന് പറയും. അങ്ങനെ അവർ പല ടൈപ്പിലാണ് സാമ്പാർ വെക്കുന്നത്. നമ്മൾ കേരളത്തിലുള്ളവരുടെ സാമ്പാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-12 ടൈപ്പ് പച്ചക്കറികളെല്ലാം വെട്ടിയരിഞ്ഞ് വെക്കുന്ന ഒരു സാമ്പാറാണ്. നമ്മുടെ മക്കളായിട്ട് കഴിക്കുകയില്ല, വെറുതെ കുറേ ചാറ് മാത്രം എടുത്ത് ബാക്കി മുഴുവൻ വേസ്റ്റാക്കി നമ്മൾ കളയാണ് പതിവ്. പക്ഷേ ഇവർ പറയുന്നത്, നിങ്ങളിങ്ങനെ സാമ്പാർ വെച്ച് നോക്ക്, ഇതിനകത്ത് ഒന്നും തന്നെ നിങ്ങൾക്ക് ബാലൻസ് വരില്ല. മുരിങ്ങക്കായ എല്ലാം നല്ല ടേസ്റ്റുള്ളൊരു ഇതല്ലേ. അപ്പം നമ്മൾ ആ മുരിങ്ങക്കായും കഴിക്കും, അതിൻ്റെ ചാറും ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ആദ്യം തൊട്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഇങ്ങനത്തെ സാമ്പാറൊക്കെ ഞാൻ വീട്ടിൽ വെക്കും. ഇവിടെ എല്ലാവരും കഴിക്കുകയും ചെയ്യും. ആരും എന്താ ഇതിൽ വേറെ കഷ്ണം ഇല്ല എന്നൊന്നും ചോദിക്കാറില്ല. അവർക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഒത്തിരി കഷ്ണങ്ങൾ കിടക്കുന്നേക്കാൾ ഇഷ്ടമാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിനി ലാസ്റ്റ് ഇതിനകത്തോട്ട് കടുക് മാത്രം വറുത്ത് കൊട്ടിയാൽ മതി. അപ്പോൾ കടുകും മുളകും കറിവേപ്പിലയും വത്തലമുളകും കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതിനെ കടുക് പൊട്ടിച്ച് എടുക്കാം കേട്ടോ. സൂപ്പറായ ഒരു മുരിങ്ങക്ക സാമ്പാറാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.